സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 78.69% പേരാണ് +2 വിജയിച്ചിരിക്കുന്നത്. 39,242 പേരാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. 1,205 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭ്യമായി. സി പരീക്ഷ ജൂൺ 12 മുതൽ 20 വരെ. അതേസമയം സർക്കാർ സ്കൂളിലെ വിജയ ശതമാനക്കുറവിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി +2 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായി തന്നെ വിജയ ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കുറി പരീക്ഷാ ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 82.95% കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി വിജയ ശതമാനമെങ്കിൽ ഇക്കുറി അത് 78.69% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4.26% കുറവാണ് ഇത്തവണത്തെ പരീക്ഷാ ഫലത്തിൽ പ്രകടമായിരിക്കുന്നത്. ഒപ്പം തന്നെ പരീക്ഷ എഴുതിയവർ 3,74,755 പേരാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും ഇതിൽ യോഗ്യത നേടിയത് 2,94,888 പേരാണ്. ഒപ്പം തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ റെഗുലർ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3,92,042 പേരാണ്. അതിൽ കഴിഞ്ഞ വർഷം 3,38,015 പേരായിരുന്നു അത്തരത്തിൽ വിജയം കുറിച്ചത് എന്നുള്ളതാണ്. കലാമണ്ഡലത്തിൽ നിന്ന് 100% വിജയം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വിജയ ശതമാന കുറവിനിടയിലും ആശ്വാസം പകരുന്ന വാർത്തയായി നമുക്ക് കാണാം. പരീക്ഷ എഴുതിയ 60 പേരിൽ 60 പേരും കലാമണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലും പരീക്ഷ എഴുതിയത് 4,29,327 പേരാണ്. വിജയ ശതമാനം കൂടിയ ജില്ല മലപ്പുറമാണ്, എറണാകുളമാണ്. 84.12% എറണാകുളം ജില്ലയിലെ വിജയ ശതമാനം. കുറവ് വയനാട് ജില്ലയിലാണ്. 72.13% വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിജയ ശതമാനം. 100% വിജയം നേടിയത് 63 സ്കൂളുകളാണ്. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചത് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 7 കുറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകൾ തന്നെയാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ സ്കൂളുകളിൽ ഈ വിജയ ശതമാന കുറവിൽ ഒരു സമഗ്ര അന്വേഷണം നടത്താനുള്ള രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയുണ്ടായി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് SSLC പരീക്ഷയ്ക്ക് സമാനമായി തന്നെ മലപ്പുറം ജില്ലയിലാണ്. കുറവ് വയനാട് ജില്ലയിലാണ്. മുഴുവൻ മാർക്ക് നേടിയവരുടെ എണ്ണവും കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. 1,205 പേരാണ് ഇക്കുറി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ A+ നേടിയതും മലപ്പുറം ജില്ലയാണ്. 5,659 വിദ്യാർത്ഥികൾ അവിടെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയതും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 76,235 ആണ്. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 51,144 പേരും. വിജയ ശതമാനം 67.09%. സയൻസ് ഗ്രൂപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 1,89,411 പേർ പരീക്ഷ എഴുതി. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 1,60,696 വിദ്യാർത്ഥികളാണ്. വിജയ ശതമാനം 84.84% ഇക്കുറി സയൻസ് വിഭാഗത്തിൽ. കൊമേഴ്സിലും സമാനമാണ് സാഹചര്യം. 1,09,109 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഉപരിപഠനത്തിന് 83,048 വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. 76.11% കൊമേഴ്സ് ഗ്രൂപ്പിന്റെ വിജയ ശതമാനം. എന്തായാലും ഇംപ്രൂവ്മെന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ തീയതികൾ കൂടി ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 13-15 തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂൺ മാസം 12 മുതൽ 20 വരെ തീയതികളിൽ നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും ഫോട്ടോ കോപ്പി ഒപ്പം തന്നെ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കാം. ഇതിനുള്ള അവസാന തീയതി 14-ാം തീയതി ആയിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു നടപടിയായിരിക്കും വരുന്ന ഒരു വർഷം നടക്കുക എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയുണ്ടായി. ഇതിനായി പ്രത്യേകമായ അധ്യാപക സംഘടനകൾ
മന്ത്രിമാരുടെ ഉൾപ്പെടെ യോഗം വിളിച്ചുകൊണ്ട് ഏത് തട്ടിൽ അല്ലെങ്കിൽ ഏത് തലത്തിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാം, ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ യോഗം കൂടി നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയുണ്ടായി. എന്നാൽ അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും. ഒപ്പം തന്നെ കാര്യമായി പ്രകടമായിരിക്കുകയാണ് വിജയ ശതമാനത്തിലെ ആ കുറവ്. ഒപ്പം തന്നെ ആ കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. 78.69% പേരാണ് +2 വിജയിച്ചത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുമുണ്ട്. 1205 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭ്യമായിട്ടുണ്ട്. സേ പരീക്ഷ ജൂൺ 12 മുതൽ 20 വരെയാണ്. അതേസമയം സർക്കാർ സ്കൂളിലെ വിജയ ശതമാന കുറവിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി.